ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ നല്ല നല്ല കോട്ട്സ് എഴുതിയിട്ട് ആർക്കെങ്കിലും പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള അടിപൊളി സംഭവമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനൊരു A4 ഷീറ്റാണ് ആദ്യം എടുത്തിട്ടുള്ളത്. എന്നിട്ട് 6 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്ക്വയർ ഷേപ്പിൽ കുറച്ച് പീസസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒന്ന് വെച്ചിട്ട് അത് മാർക്ക് ചെയ്തിട്ട് അതിന് മേലേക്ക് ഓരോ സെൻറ്റിമീറ്റർ വീതം ഗ്യാപ്പ് ഇട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് ലൈൻസ് എത്ര പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത്രയും ലൈൻസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഓരോ വരച്ച ലൈൻസും ഇതേപോലെ മടക്കി മടക്കി പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇതേപോലെ പ്രസ് ചെയ്തെടുക്കും. ഇതേപോലെ ഓരോ ലൈൻസിലും ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്ക്വയർ പേപ്പർ ഉണ്ടല്ലോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ കളർ പെൻസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കെച്ച് വെച്ചിട്ടോ ഒക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ കോഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ സ്ക്വയർ പേപ്പറും ആ ലൈൻസിൻ്റെ ലൈൻ ബൈ ലൈനായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും കൂട്ടി ഒട്ടിക്കുക. ആ കൂട്ടി ഒട്ടിച്ച ഈ പേപ്പറിൻ്റെ ഉള്ളിൽ കൂടെ നേരത്തെ ഉണ്ടാക്കി വെച്ച പേപ്പർ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ എനിക്കിഷ്ടമുള്ള കുറച്ച് കോഡ്സൊക്കെ എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും അവിടെ എഴുതുകയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡൂഡിൽ ആർട്സ് ചെയ്യാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ.